ചില നുണകൾ എങ്ങനെയാണ്? അത് 100 ആവർത്തി പറയുമ്പോൾ ലോകം അതൊരു സത്യമാണെന്ന് വിശ്വസിച്ച് തുടങ്ങും. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത രഹസ്യാന്വേഷണ വിഭാഗം, ഏത് ശത്രുവിനെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന അത്യാധുനിക ആയുധങ്ങൾ, ഇസ്രായേലിനെക്കുറിച്ച് കാലാകാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിശേഷണങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്നാൽ കേൾക്കുന്നതെല്ലാം സത്യമാണോ? അതോ ലോകത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പടുത്തുയർത്തിയ വെറുമൊരു ചീട്ട് കൊട്ടാരമാണോ ഇന്നത്തെ ഇസ്രായേൽ? നിലവിൽ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നും, ലോകം ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഇസ്രായേലിൻ്റെ മറ്റൊരു മുഖത്തെക്കുറിച്ചാണോ ഇതൊക്കെ പറയുന്നത് എന്ന്. പുറമേ വലിയൊരു ഉരുക്കുകോട്ടയാണെന്ന് തോന്നിപ്പിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് പൂർണ്ണമായും കാർന്നു തിന്നപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ കഥ. ഹമാസിൻ്റെ റോക്കറ്റുകളെയോ ഇറാൻ്റെ മിസൈലുകളെയോ അല്ല ഇന്ന് ഇസ്രായേൽ ഭയക്കുന്നത്. അവരുടെ ഉറക്കം കെടുത്തുന്നത് അവരുടെ തന്നെ സ്വന്തം സൈന്യമാണ്. അതെ, മറച്ചു വയ്ക്കപ്പെട്ട ചില റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ കണ്ടെത്തലുകളും ചില സത്യങ്ങൾ നമ്മളോട് പറയുകയാണ്. ഈ ലോകം ഇതുവരെ കേൾക്കാത്ത ചില വലിയ നുണകൾ മറനീക്കി പുറത്തു വരികയാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നത് അവരുടെ സൈന്യമാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF എന്ന് കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾക്ക് ഭയമാണ് എന്ന് അവർ എപ്പോഴും വീമ്പിളക്കാറുണ്ട്. എന്നാൽ ആ സൈന്യത്തിൻ്റെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആജിതക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പുറത്തുവിട്ട ചില റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം എന്ത് വില കൊടുത്തും രഹസ്യമാക്കി വയ്ക്കാൻ ആഗ്രഹിച്ച ചില ഡാറ്റകളായിരുന്നു അത്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. ഗാസയിൽ യുദ്ധം ചെയ്യാൻ പോയ 10,000-ത്തിലധികം ഇസ്രായേൽ സൈനികരെ ഇപ്പോൾ യുദ്ധമുഖത്തു നിന്നും തിരികെ വിളിച്ചിരിക്കുകയാണ്. അവർക്ക് ശാരീരികമായി പരിക്കേറ്റത് കൊണ്ടല്ല ഈ പിന്മാറ്റം, മറിച്ച് അവരുടെ മാനസിക നില പൂർണ്ണമായും തകർന്നതുകൊണ്ടാണ്. യുദ്ധഭൂമിയിലെ ക്രൂരതകൾ നേരിൽ കണ്ടും സ്വന്തം കൈകൾ കൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കിയും ഈ സൈനികരുടെ സമനില തെറ്റിയിരിക്കുന്നു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്ന കടുത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇസ്രായേലിൻ്റെ യുവതലമുറ ഇന്ന് കടന്നു പോകുന്നത്. രാത്രികളിൽ ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കുന്നത് പൊട്ടിച്ചിതറുന്ന കെട്ടിടങ്ങളുടെ ശബ്ദങ്ങളും അതുപോലെ ചോരയൊലിക്കുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികളുമാണ്. സ്വന്തം ക്യാമ്പുകളിൽ ഉറങ്ങാൻ കിടക്കുന്ന പല സൈനികരും രാത്രികളിൽ അലറിക്കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഭയം കാരണം സ്വന്തം സഹപ്രവർത്തകരെ പോലും ശത്രുക്കളാണെന്ന് കരുതി ആക്രമിക്കുന്നു. ഈ വർഷം തുടങ്ങിയതിന് ശേഷം മാത്രം 37-ലധികം ഇസ്രായേൽ സൈനികർ സ്വന്തം തോക്കെടുത്ത് സ്വയം ജീവനൊടുക്കിയെന്നാണ് അവരുടെ തന്നെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. എന്നാൽ സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കണക്കുകൾ ഇതിലും എത്രയോ വലുതാണ്. മുൻപ് നടന്ന യുദ്ധങ്ങളെ അപേക്ഷിച്ച് സൈനികർക്കിടയിലെ മാനസിക തകർച്ച ഇന്ന് 60% വർദ്ധിച്ചിരിക്കുന്നത്. ഒരു വശത്ത് രാജ്യസ്നേഹം പറഞ്ഞ് യുവാക്കളെ കൊലക്കളത്തിലേക്ക് പറഞ്ഞയക്കുകയും മറുവശത്ത് അവർ ജീവച്ഛവങ്ങളായി തിരികെ വരുമ്പോൾ അവരെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ക്രൂരതയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വന്തം രാജ്യത്തെ യുവാക്കളെ മാനസിക രോഗികളാക്കി മാറ്റിക്കൊണ്ട് ഒരു രാജ്യം നേടുന്ന വിജയത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഇനി നമുക്ക് ഗാസയിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രായേൽ അവിടെ വർഷിച്ചത് ലക്ഷക്കണക്കിന് ടൺ ബോംബുകളാണ്. ഇന്നത്തെ ഗാസ ഒരു ശവപ്പറമ്പാണ്. അവിടുത്തെ 70%-ലധികം കെട്ടിടങ്ങളും വീടുകളും സ്കൂളുകളും ആശുപത്രികളും ഇന്ന് മണ്ണോട് ചേർന്നു. 35,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. അതിൽ പകുതിയിലധികവും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്. ഇതെല്ലാം കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന്. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കുക. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, ബന്ദികളെ മുഴുവൻ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങുന്നത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ലക്ഷ്യം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. കോടിക്കണക്കിന് രൂപയുടെ ബോംബുകൾ വർഷിച്ച് കുറച്ച് കെട്ടിടങ്ങൾ തകർത്തതല്ലാതെ ഹമാസിൻ്റെ സൈനിക ഘടനയെ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ യുദ്ധം ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു ഇരുട്ടിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക റേറ്റിംഗ് ഏജൻസികളായ മൂഡിസും ഫിച്ചും അടുത്തിടെ ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് വെട്ടിക്കുറച്ചു. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണെന്ന് ഇതിലും വലിയൊരു തെളിവ് വേണ്ട. ബാങ്ക് ഓഫ് ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം ഈ യുദ്ധം കാരണം മാത്രം ഏകദേശം $55 ബില്യൺ ബാധ്യതയാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 10%-ഓളമാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞത്. രാജ്യത്തേക്കുള്ള ടൂറിസം 80%-ഓളം താഴേക്ക് പോയി. ഇസ്രായേലിൻ്റെ ലൈഫ് ലൈൻ ആയിരുന്ന ടെക്നോളജി സെക്ടറിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു.
ഏഷ്യ വൻകരയുമായുള്ള വ്യാപാരം നടന്നിരുന്ന എയിലാറ്റ് തുറമുഖം ഇന്ന് പൂർണ്ണമായും വിജനമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്ക കാലാകാലങ്ങളിൽ നൽകുന്ന ഫണ്ടും ആയുധങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം എന്നേ സാമ്പത്തികപരമായി തകർന്ന് തരിപ്പണമായേനെ. ഗാസയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ അടുത്ത വലിയൊരു അബദ്ധം കാണിക്കുന്നത്. അവർ തങ്ങളുടെ പ്രശ്നം ഇറാനിലേക്ക് കൂടി വലിച്ചിഴച്ചു. ഇസ്രായേൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം ഇറാൻ തന്നെയാണ്. കാരണം ഗാസ പോലെയോ ഹമാസിനെ പോലെയോ അല്ല ഇറാൻ. വളരെ ശക്തമായ സൈന്യവും അത്യാധുനിക ആയുധങ്ങളും സ്വയം പര്യാപ്തമായ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെ തടയാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അവരുടെ പ്രശസ്തമായ അയൺ ഡോം, ആരോ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ്. എന്നാൽ ഈ മിസൈലുകൾ ആകാശത്ത് വച്ച് തകർക്കാൻ ഇസ്രായേലിന് എത്ര രൂപ ചെലവാകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ഇറാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ വേണ്ടി മാത്രം ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിന് ചെലവായത് ഏകദേശം $1 ബില്യൺ. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 8000-ലധികം കോടി രൂപ. വെറുമൊരു രാത്രി കൊണ്ടാണ് ഇത്രയും വലിയൊരു തുക അവർക്ക് ആകാശത്ത് വെടിവെച്ച് തീർക്കേണ്ടി വന്നത്. ഇന്ന് ഇസ്രായേൽ പൂർണ്ണമായും വളയപ്പെട്ടിരിക്കുകയാണ്. വടക്ക് ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള നിരന്തരം ആക്രമിക്കുന്നു. തെക്ക് ഭാഗത്ത് നിന്ന് ഹൂതികളുടെ ഡ്രോണുകൾ വരുന്നു. ഉള്ളിൽ ഹമാസിൻ്റെ ഗറില്ല ആക്രമണങ്ങൾ. ഇതിനൊപ്പം ഇറാൻ കൂടി പൂർണ്ണ തോതിൽ ഒരു വലിയ യുദ്ധത്തിനിറങ്ങിയാൽ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന അയൺ ഡോം സംവിധാനങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവരുടെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയേക്കാൾ കൂടുതൽ മിസൈലുകൾ ഒരുമിച്ച് വന്നാൽ അത് ഇസ്രായേലിൻ്റെ നഗരങ്ങളെ ചാമ്പലാക്കും. ഈ സത്യം മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിനു തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും. സൈനികർ മാനസികമായി തകർന്ന് ആത്മഹത്യ ചെയ്യുന്നു. സാമ്പത്തിക നില പൂർണ്ണമായും തകർന്നടിയുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷ എക്കാലത്തെയും വലിയ ഭീഷണിയിലാണ്. എന്നിട്ടും ഇസ്രായേൽ സർക്കാർ എന്തിനാണ് ഈ യുദ്ധം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത്? സമാധാന ചർച്ചകൾക്ക് അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം ഇസ്രായേലിൻ്റെ കലുഷിതമായ രാഷ്ട്രീയത്തിലാണ് കിടക്കുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനും ഇതൊരു അഭിമാന പ്രശ്നമല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുന്ന അന്ന് ഇസ്രായേലിൽ ഇലക്ഷൻ വരും. ഈ ഇലക്ഷൻ വന്നാൽ ഈ സർക്കാർ താഴെ വീഴുമെന്നത് 100% ഉറപ്പാണ്. കാരണം ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ ഇന്ന് സർക്കാരിനെതിരെ തെരുവിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബന്ദികളാക്കി വെച്ചിട്ട് അവരെ തിരിച്ചെത്തിക്കാൻ യാതൊരു ശ്രമവും നടത്താത്ത ഒരു സർക്കാരിനെ അവർക്കെന്തിനാണ്? അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം കസേര തെറിക്കാതിരിക്കാനും വേണ്ടി മാത്രമാണ് അവിടുത്തെ ഭരണകൂടം സമാധാന ചർച്ചകളെല്ലാം അട്ടിമറിച്ച് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത്. സ്വന്തം ജനങ്ങളുടെ ജീവനോ സൈനികരുടെ മാനസികാവസ്ഥയോ ഗാസയിലെ ചോരപ്പുഴയോ അല്ല അവർക്ക് വലുത്, മറിച്ച് അവരുടെ അധികാരം മാത്രമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്ന സാമ്രാജ്യങ്ങളെല്ലാം ഒരു നാൾ കടപുഴുകി വീണിട്ടുണ്ട്. ലോകത്തിന് മുന്നിൽ ഒരു തോൽക്കാത്ത സൈന്യമായി ഇന്നും അഭിനയിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് ചിതലരിച്ച ഒരു വൻമരം പോലെയാണ് ഇസ്രായേൽ. ഒരു രാജ്യത്തെ ഭരണകൂടം സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ എങ്ങനെ ബലിയാടാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഗാസയിലും ഇസ്രായേലിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ പിൻബലത്തിൽ എത്ര കാലം അവർക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? തകരുന്ന സാമ്പത്തിക ഘടനയും സമനില തെറ്റുന്ന സൈന്യവും ചുറ്റും വളയുന്ന ശത്രുക്കളും ഇസ്രായേൽ എന്ന രാജ്യത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കാലം ഇതിന് കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും.